വെറൈറ്റി കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നമ്മൾ ഏത്തക്ക വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. 2 ഏത്തക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ എങ്കിൽ ഒരു ഏത്തക്ക തന്നെ ധാരാളം. അപ്പോൾ ദേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത്തക്കാൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ നമ്മൾ അരിഞ്ഞിടണേ. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കാളനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയുന്ന പോലെ തന്നെ ചെരിച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കനം കൂട്ടിയിട്ടല്ല, ഒരുപാട് കനം കുറച്ചിട്ടും അല്ല കട്ട് ചെയ്തെടുക്കണേ. നമ്മളിങ്ങനെ ഉപ്പിട്ട് വെച്ചേക്കണ പാത്രത്തിലേക്ക് ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ഒരു കായമ്മ കറിയൊക്കെ പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. നമ്മൾ ചുമ്മാ അരിഞ്ഞിടുമ്പോൾ അതിൽ കറിയൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്, കളറൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് അതേ ഇതുപോലെ നല്ല കളറിന് തന്നെ നമ്മുടെ കായ കിട്ടും കേട്ടോ. ഞാൻ കുക്കറിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 10 ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 1.5 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 സ്പൂണോളം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 സ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ ഇരട്ടിയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ അടിച്ചാൽ മതിയാവും, നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് മാറ്റിയത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് പുളി പിഴിഞ്ഞൊന്ന് മാറ്റി വെക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് അരപ്പിന് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെക്കണം. ഇതിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കണില്ല കേട്ടോ, തേങ്ങ മാത്രമേ അരച്ച് വെക്കുന്നുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഏത്തക്ക ഇവിടെ വെന്ത് വന്നിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3-4 ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ ഒരു തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഒരുപാട് അങ്ങ് ഉടയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ആദ്യമേ ചേർത്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. ആ തക്കാളിയും വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മളിത് തിളപ്പിക്കുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മളുടെ ആ ഒരു കറിക്ക് എത്ര ഗ്രേവി വേണോ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളപ്പിക്കരുത് കേട്ടോ, പിരിഞ്ഞ മാതിരിയായി പോകും. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് തിള വന്ന സമയമാകുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിക്കുക, ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വറവെന്ന് പറയണത്. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി കറികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.